നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ആളുകൾക്ക് വീഡിയോകൾ ഫോർവേഡ് ചെയ്യുകയും കൊടുക്കുക. സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനൽ വഴി ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ളത്, മുൻ മന്ത്രിയും കോൺഗ്രസിൻ്റെ തലമുതിർന്ന ഏറ്റവും സീനിയർ നേതാക്കളൊരാളുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന ആയിട്ടൊരു കാര്യം വന്നിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി പക്വത കാണിക്കണം. അത് ശരിയാണ്, എനിക്കും അത് തോന്നിയ വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ വളരെ ഡൈനാമിക്കാണ്, ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഡൈനാമിക്കാണ്. പക്ഷേ ഉമ്മൻചാണ്ടി കുറച്ചുകൂടി പ്രാക്ടിക്കലാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ചാണ്ടി ഉമ്മൻ എക്സ്പീരിയൻസായി വരുന്നതല്ലേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ മിതമായിട്ടേ സംസാരിക്കുന്നുള്ളൂ, ആവശ്യമില്ലാത്ത പ്രകോപനങ്ങളില്ല, ഒരുപാട് നല്ല ക്വാളിറ്റീസുള്ള ഒരു നേതാവാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിണ്ടാതിരിക്കണമെന്നല്ല, ആവശ്യമുള്ള സ്ഥലത്ത് അദ്ദേഹം ആവശ്യമുള്ള ഭാഷയിൽ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ അവിടെ അന്നത്തെ ആംബുലൻസിൻ്റെ മുമ്പിൽ ചാടി വീണത് ശരിയായില്ല. പിന്നെ ബിന്ദുവിനെ കൊണ്ടുപോകുന്ന ആംബുലൻസിൻ്റെ മുന്നിൽ അവിടെയൊക്കെ വൈകാരിക നിമിഷങ്ങളാണ്. നമ്മൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഒക്കെ ഒരുപോലെ കൊണ്ടാടാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിന്നെ ഈ രാഹുൽ മാങ്കുട്ടത്തിനും ഷാവി പറമ്പിലും ഒക്കെ വേറൊരു ലൈനാണ്, PR വർക്ക്, അങ്ങനെ വേറൊരു ലൈനാണ്. റീൽ അടിക്കുക, PR അടിക്കുക, ചാനലുകളിൽ പോയി പിന്നെ അടിക്കുക, ഇതൊക്കെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെയൊക്കെ വലിയ നേതാവാക്കുന്നത്. മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, പ്രസിഡന്റാണ്. എന്നാലും ഞാൻ പറഞ്ഞ കുറേ കൂടി ഹൈപ്പ് കിട്ടുന്നത്, വിസിബിലിറ്റി കിട്ടുന്നത് ഈ ചാനലിലൊക്കെ പോകുന്നുണ്ടാണ്. അതിലൊക്കെ താങ്കൾ വളരെ പിറകിലാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, താങ്കൾ കുറച്ച് പക്വത കാണിക്കണം. നമ്മൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ വളർന്നു വരുമ്പോൾ പക്വത കാണിച്ച് പോകണം. അങ്ങനെ നിങ്ങൾ നോക്കൂ, പിന്നെ നരേന്ദ്രമോദി ഇപ്പം നമ്മൾ മോഡിയെ മോഡലാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അമേരിക്കക്കാർ വിസ നിഷേധിച്ചതാണ്. പക്ഷേ പുള്ളി ആ അമേരിക്കക്കാർ പച്ച പരവതാനി വിരിച്ച് മോഡിയെ സ്വീകരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മൗനമാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും അങ്ങനെ പ്രതികാരം ചെയ്യലല്ല. ഞാൻ ഇപ്പോൾ AK ആൻ്റണിയൊക്കെ നോക്കൂ, ഞാൻ മോഡിയെ വിടുന്നു, AK ആൻ്റണിയെ കണ്ടുപിടിക്കൂ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ തന്നെ കണ്ടുപിടിക്കൂ. അപ്പോൾ ഓരോരുത്തർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തരെ നമ്മൾ പഠിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യണം. കാരണം താങ്കൾ ഒരു നല്ല പക്വതയുള്ള നേതാവാണ്, കാരുണ്യമുള്ള ആളാണ്, വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഈ കോട്ടയം ഇഷ്യൂവിൽ താങ്കളായിരുന്നു നേതാവ്. ശരിക്കും താങ്കളാണ് ആദ്യമേ തന്നെ ഇതിനകത്ത് ബഹളം ഉണ്ടാക്കി, അവിടെ ആരെങ്കിലും ഉണ്ടാവും, നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്ന വീഡിയോസ് വന്നു, സൂപ്രണ്ടിനോട് സംസാരിക്കുന്നു, പ്രവർത്തകരുമായിട്ട് ചൂടാവുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് രാപ്പകൽ അതിനുവേണ്ടി നിൽക്കുന്നു, പിന്നെ ഹോസ്റ്റലിൽ പോയി പൊളിഞ്ഞ കാര്യങ്ങൾ പറയും. അങ്ങനെ വളരെ വലിയ തോതിൽ ആ വിഷയത്തിൽ പോസിറ്റീവായി ഇടപെട്ടതിൽ, എക്സ്പോസ് ചെയ്യുന്നതിൽ വളരെ പോസിറ്റീവ് രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ പക്വതയുമുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഈ കുട്ടികളുടെ ഒരു കുസൃത്തം വരും. നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർ പലതും ചൂണ്ടിക്കാണിച്ചതും ചാടി വീണോ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമ്മൾ ചില പക്വതകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് വളർച്ച കൂടും. നമ്മൾ വളരും തോറും എന്ത് ചെയ്തോണം, തല കുനിയണമെന്നാണ്. എല്ലാ ഫലവൃക്ഷങ്ങളും നിങ്ങൾ നോക്കൂ, അപൂർവം ഫലവൃക്ഷങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫലവൃക്ഷങ്ങളും ഫലം താഴോട്ടാണ് വരുന്നത്. കാരണം ആളുകൾക്ക് കൈയെത്തി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറിക്കാൻ പറ്റുന്ന രീതിയിൽ താഴേക്കാണ് വരുന്നത്, അല്ലാതെ മുകളിലോട്ട് കയറി നിൽക്കാറില്ല. ഇപ്പം ചക്ക, തേങ്ങ, മാങ്ങ, നിങ്ങൾ ഏത് ഫലം എടുത്തോളൂ, പൂക്കൾ കുറച്ച് മുകളിലോട്ട് നിൽക്കും, എന്നാലും ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഫലവൃക്ഷങ്ങളും താഴോട്ടാണ് വളരുന്നത്. അത് ആളുകൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു തിയറി അതാണ്, പ്രകൃതിയുടെ തിയറി ഇതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂരിനെപ്പോലുള്ള ആളുകൾ പരസ്യമായി പറയുമ്പോൾ അത് ഒരു ജ്യേഷ്ഠ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മുതിർന്ന ഒരാൾ പറഞ്ഞതുപോലെ എടുത്താൽ മതി. പക്ഷേ എന്തായാലും ചാണ്ടി ഉമ്മൻ ശ്രദ്ധിക്കുക, വളരെ ഗൗരവപരമായി നിങ്ങളെപ്പോലുള്ള ആളുകൾ ശരിക്കും അഴിമതിയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് കാരുണ്യമുള്ള ആളുകളാണ്. അപ്പോൾ കാരുണ്യമുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതാണ്. അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ പെട്ടോ എന്തെങ്കിലുമൊക്കെ പെട്ടോ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഹൈപ്പ്, പുതുപ്പള്ളിയിൽ നിന്ന് വോട്ട് നേടിയൊരു ഹൈപ്പ് വന്നപ്പോൾ മറ്റു പലരും താങ്കളെ നോക്കി വെച്ചിട്ടുണ്ട്. താങ്കളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ താങ്കൾ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താങ്കളെ ഒന്ന് വെട്ടി എന്നൊക്കെ ഉള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അത് പല കോണിൽ നിന്ന് വന്നു. അപ്പോൾ അത് വെട്ടും. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ വളർന്നു വരുമ്പോൾ ഭാവിയിൽ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പോസ്റ്റിൽ എത്തുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വെട്ടാൻ ഒരുപാട് പേര് കാണും, കൂടെ ഉള്ളവർ തന്നെ കാണും. അവർ ചില കുസൃത്തങ്ങൾ പറഞ്ഞും തരും. ചില ചാരന്മാരും കാണും, അത് ചെയ്യുന്നൊക്കെ പറയും, ഇത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയും. ഒരു കാരണവശാലും ചെയ്യരുത്. വളരെ പക്വതയോടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, വളരെ കൃത്യമായ വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി വളരാൻ നോക്കുക. കാരണം താങ്കളെപ്പോലെ കാരുണ്യമുള്ള നേതാക്കൾ ഏത് പാർട്ടിയിലുണ്ടെങ്കിലും ജനങ്ങളുടെ ഹൃദയം അറിയാവുന്ന ആളുകൾ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ, ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഇതിനുവേണ്ടി ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്നവരെ രാഷ്ട്രീയത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതേത് പാർട്ടിയായാലും ആവശ്യമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ പാർട്ടിക്കപ്പുറം ഞാൻ പറയുകയാണ്, താങ്കൾ നന്നായി പക്വത കാണിക്കുക.